കർത്താവിൻ്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിദേശങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവന ചിന്തയ്ക്കായ ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 51 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. ദൈവത്തിന്റെ കരുണയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദിന്റെ ഹൃദയ അനുതാപത്തോടു കൂടിയുള്ള പ്രാർത്ഥനയും യാചനകളും ദൈവത്തിൽ നെടുമ്പാട് വീണ് കിടക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ വായിച്ചത്. അത് നമ്മൾ ചിന്തിക്കുന്ന വചനം, തകർന്നു നുറുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദാവീദിന്റെ ഹൃദയം തകർന്നു നുറുങ്ങി വിരിക്കുന്ന ഒരു അനുഭവമാണ്. ആ സാഹചര്യത്തിൽ താൻ ദൈവത്തിൽ അനുതാപത്തോടെ വന്നപ്പോൾ താൻ ദൈവത്തോട് പറയാം, ദൈവമേ നീ തകർന്നു നുറുങ്ങി വിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലെന്ന് പ്രയോഗിച്ചോ എന്ന് പറഞ്ഞാൽ, ദാവീദ് ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, ദാവീദിനോട് തന്റെ തെറ്റുകൾ അല്ലലിയ ഉണർത്തിച്ചപ്പോൾ ദാവീദിനുണ്ടായ അനുതാപമാണ് ഈ പ്രാർത്ഥന, ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഏറ്റുപറച്ചില എന്ന് പറഞ്ഞാൽ അല്ലൊരു സ്തോത്രം, പാപക്ഷമയ്ക്ക് വേണ്ടിയുള്ള ഒരു അപേക്ഷ ദൈവം പാകെ കഴിക്കുക. ആ പാപം മുഖാന്തരം തന്റെ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയോ എന്നോർത്ത് താൻ കരയുന്നു. 10 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ, 13 തൊട്ട് വാക്യങ്ങൾ വായിച്ചാൽ പാപക്ഷമ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ഈ 3 ഘട്ടങ്ങളായിട്ട് ഈ വചനത്തെ നമുക്ക് പഠിക്കാൻ കഴിയും. രക്തക്ഷയം ഹല്ലേലൂയ. അപ്പം നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ കർത്താവിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന്റെ ഹൃദയം ഉരുകും. നമ്മൾ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ അവിടെ കർത്താവിന്റെ ഹൃദയം ഉരുകുള്ളൂ. അല്ലെങ്കിൽ അവൻ സ്നേഹപൂർവ്വം നിങ്ങളെ ചേർത്തണയ്ക്കുവാൻ അല്ലൊരിയ തൻ്റെ മുറിവേറ്റ കരം നീട്ടിത്തരും. പ്രൈസലോ. നമ്മൾ ഏതെങ്കിലും തെറ്റിൽ അകപ്പെട്ടു പോയാൽ, തെറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, അനുതാപത്തോടെ നാം ദൈവത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ തള്ളിക്കളയാതെ അവന്റെ മുറിവേറ്റ കരം നമുക്ക് നേരെ നീട്ടി ആ മുറിവേറ്റ കരങ്ങളോട്ട് നമ്മെ ചേർത്ത് പിടിക്കും. അല്ലേലിയ. ഒരുവൻ എത്ര വലിയ പാപിയായിരുന്നാലും അല്ലേലിയ തകർന്ന നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തന്റെ പാപങ്ങൾക്ക് വേണ്ടി നിലവിളിച്ചാൽ അല്ലേലിയ കർത്താവ് പാപക്ഷമയുടെ അല്ലേലിയ ആ കരം നമ്മളെ തൊട്ടു പിടിപ്പിക്കും. ഭൂമിയിൽ നേരെ തിരിച്ച ഇവിടെ ഒരു പാപം ചെയ്താൽ നമ്മൾ മരണം വരെ ആ പാപി എന്നുള്ള പേര് നിൽക്കും. അല്ലേലിയ. ആ പാപം ചെയ്തവൻ ജനം നമ്മെ ആ പാപത്തിന്റെ പേരിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നിയമങ്ങളായിരുന്നാലും കുടുംബത്തിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും എല്ലാം പാപം ചെയ്തു കഴിഞ്ഞാൽ ആ പാപി എന്നുള്ള പേര് നിലനിൽക്കും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്കും താൻ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് പിന്നെ താൻ പാപിയാ എന്ന് പറഞ്ഞ് കർത്താവ് ഒരിക്കലും കുറ്റപ്പെടുത്താതെ ആ പാപത്തെ തന്റെ മുറിവേറ്റ കരങ്ങളിലൂടെ ഒഴുകിയ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നമ്മെ ദൈവത്തിന്റെ മകനായി മകളാക്കി മാറ്റുക. പിന്നെ നമുക്ക് പാപി എന്നുള്ള പേരില്ല. ലോകവും ദൈവത്തിന്റെ പ്രവൃത്തി രണ്ടാണ്. ലോകം നമ്മെ പാപി എന്ന് വിളിക്കുമ്പോൾ സ്വർഗം നമ്മെ പ്രിയ മക്കളെന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഏത് പാപിക്കും തന്റെ പാപങ്ങളെ ഏറ്റുപറയുവാൻ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് രക്തക്ഷയം യേശുക്രിസ്തുവിന്റെ സന്നിധിയാണ്. ആരുടെയും മുഖപക്ഷം നോക്കാതെ, മുഖപക്ഷം നോക്കാതെ, ഒരുത്തന്റെ മധ്യസ്ഥനയ്ക്ക് ഇല്ലാതെ, ആരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ, ആരുടെയും പ്രേരണ കൂടാതെ നമ്മൾ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുനിന്ന് രക്തക്ഷയം പാപങ്ങൾ പറയണം. ഒരുവൻ നമ്മുടെ പാപങ്ങളെ ഉണർത്തിച്ചിരുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ ആക്രോശിക്കാതെ, ആ മനുഷ്യനെ നമ്മൾ ആട്ടി ഓടിക്കാതെ ചെയ്തു പോയ തെറ്റ് ശരിയാണെന്ന് ചിന്തിക്കുവാൻ കഴിയണം. രക്തക്ഷയം. ദാവീദ് രാജാവാണ്, ദൈവമാണ് പ്രവാചകൻ നാഥാനെ അയക്കുന്നത്. പക്ഷെ പ്രവാചകനായ നാഥാൻ ഈ ദാവീദ് രാജാവിൻ്റെ ഇടയ്ക്ക് ഇത്ര കരുത്തോടെ ചങ്കുറ്റത്തോടെ ചെന്ന് ഒരു രാജാവ് ചെയ്ത കുറ്റം ഓർപ്പിക്കണമെങ്കിൽ ദൈവം വെച്ച് പ്രവാചകന്റെ മേലുള്ള ശക്തി എത്ര വലുതാണെന്ന് ചിന്തിക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേട്ട് ദാവീദിന്റെ മനസ്സുരുകിപ്പോയി. ഹല്ലേലൂയ. അതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവം തന്റെ ദാസിമാർക്ക് കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി എത്ര വലുതാണെന്നറിയണം. അവരുടെ ശുശ്രൂഷ എത്ര വലുതാണെന്നറിയണം. അവർ വന്ന് നിന്നോട് നിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ നീ ആ പാപത്തെ മനസ്സിലാക്കി കഴിഞ്ഞ് അവർക്ക് നേരെ കയർത്ത് നിൽക്കാതെ രക്തക്ഷയം അനുതാപത്തോടെ ദൈവത്തിലേക്ക് വരുമ്പോൾ
ഹല്ലേലൂയ. ഇന്നേക്ക് 2025 മുമ്പ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ മുറിവേറ്റ കരം, ആ കരം നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ആ കരങ്ങളിൽ ഒഴുകിയ രക്തം കൊണ്ട് നിന്റെ മുറിവുകളെ, നിന്റെ പാപത്തെ കഴുകി, ഹല്ലേലൂയ, നിന്നെ വെടിപ്പാക്കി ഒരു ദൈവത്തിന് ബദലാക്കിയെടുക്കും. രക്തം ചെയ്യും. ഇന്ന് പകൽ ആരെങ്കിലും പാപത്താൽ നിറയപ്പെട്ട് മാനസികമായി തകർന്ന ഹൃദയത്തോടുകൂടിയാണോ, ജീവിതം അടുത്ത് ഇനി മുമ്പോട്ടില്ല, ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, ആരെങ്കിലും നിരാശയുടെ വക്കിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, ഞാൻ പറയട്ടെ, നിന്റെ ജീവിതം നീ ഒടുക്കിക്കളയണ്ട. നിന്റെ കഠിനമായ പാപത്തിൽ ക്ഷമിച്ചു നൽകുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം മാർഗത്തിലുള്ള പാപമാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു മനുഷ്യന്റെ പാപമെല്ലാം എല്ലാവർക്കും വെളിപ്പെടണമെന്നില്ല. രഹസ്യ പാപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന പാപമുണ്ട്, സ്വമേധാ പാപങ്ങളുണ്ട്, പരസ്യമായ പാപങ്ങളുണ്ട്. അതിലേതാണ് നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത്, ഹല്ലേലൂയ, എന്നും നിനക്ക് ബോധ്യമാകുമ്പോൾ, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമ്പോൾ, നീ ദൈവസന്നിധി അനുതപിച്ച് വീഴണം. രക്തം ചെയ്യും. അനുതപിക്കുന്നവർക്ക് മാത്രമേ അനുഗ്രഹമുള്ളൂ കേട്ടോ. പശ്ചാത്തപിക്കുന്നവർക്ക് മാത്രമേ വിടുതലുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ, സംഗീതം 51:16-17 വാക്യം പറയുന്നത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു, ഹോമയാഗങ്ങളിൽ നിനക്ക് പ്രസാദവുമില്ല. അപ്പം ദാവീദ് ചെയ്തു പോയ പാപത്തിന് ദാവീദിന്റെ ഹനനയാഗം ദൈവം ഇച്ഛിക്കുന്നില്ല. ഹോമയാഗങ്ങളിൽ അവന് ദൈവത്തിന് പ്രസാദവുമില്ല. അപ്പോഴാണ് ഈ ഭക്തൻ പറയുന്നത്, ദൈവത്തിന്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സാണ്. ദാവീദ് മറ്റെന്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. കാളയോ ആടിനെയോ അന്നത്തെ കാലത്ത് പക്ഷികളോ അല്ലെങ്കിൽ എന്തു കൊണ്ടുവന്നിട്ടും പാപത്തിന് പരിഹാരമില്ല. തകർന്നിരിക്കുന്ന ഹൃദയവുമായി ദൈവത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്. അതാണ് പറയുന്നത്, ദൈവത്തിന്റെ കന്യകങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ബോധമുണ്ടാകുക. അല്ലേ? അപ്പം വ്യഭിചാരത്തിനും കുലപാതകത്തിനും പ്രായശ്ചിത്തമായി, വ്യഭിചാരത്തിനും കുലപാതകത്തിനുമായി എന്തെങ്കിലും യാഗം അർപ്പിക്കുവാൻ മോശയുടെ ന്യായപ്രമാണത്തിൽ യാതൊരു നിർദ്ദേശവും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. ഈ വ്യഭിചാരം ചെയ്യുന്നവനും കുലപാതകം ചെയ്യുന്നവനും പരിഹാരമാർഗം നൽകാൻ വേണ്ടി മോശ എഴുതി തന്ന ന്യായപ്രമാണത്തിൽ യാതൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. ഒരു പ്രമാണവുമില്ല. പാപം ചെയ്യുന്നവൻ മരണം മാത്രമായിരുന്നു അന്നുള്ള പ്രതിവിധി. അന്ന് വ്യഭിചാരം ചെയ്യുന്നതിനും കൊലപാതകം ചെയ്യുന്നതിനും മരണം എന്നുള്ള ന്യായവിധിയിലൂടെ ആ കാലഘട്ടത്തിൽ കടന്നു പോകണമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് തൻ്റെ പാപത്തിന് ദാവീദ് ഒരു യാഗവും അർപ്പിക്കാതിരുന്നത്. ഹല്ലേലൂയ. യാഗമായിട്ട് ദൈവത്തിനൊരു കാര്യമില്ല, മരണം മാത്രം. ദാവീദിന് മരണം മാത്രമേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ മറ്റ് യാഗങ്ങൾ കൊണ്ട് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ തൻ്റെ പാപത്തിന് പരിഹാരം കിട്ടുകയില്ലെന്ന് ഈ മനുഷ്യനറിയാം. രക്തം ചെയ്യും. അതുകൊണ്ട് താൻ ഒരു യാഗവും അർപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ യാചനകൾ ദൈവം നിരസിക്കുകയില്ലെന്ന് ദാവീദും മനസ്സിലാക്കി. തകർന്നു നിറങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ യാചനകൾ ദൈവം നിരസിക്കുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യുവതയുവാക്കന്മാരോട്ടെ, നീ ഏതെങ്കിലും വിധത്തിൽ പാപത്തിലകപ്പെട്ട് നീ ആ കൃത്യങ്ങളിലൂടെ കടന്നുപോയി നിനക്ക് സമാധാനമില്ലാത്ത ജീവിതമാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ പാപത്തിന് പരിഹാരമായി നീ യാഗങ്ങളോ വഴിപാടുകളോ കഴിച്ചാൽ നീ മോചനം പ്രാപിക്കാൻ നീ ചിന്തിക്കരുത്. അല്ലെങ്കിൽ അതിന് പ്രമാണമില്ല. എന്നാൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്ന് അനുതാപത്തോടെ കർത്താവായ യേശു കൊണ്ട് ഏറ്റു പറയുമ്പോൾ, ദാവീദിന്റെ പാപം ക്ഷമിച്ചു കൊടുത്ത ദൈവം നിന്റെ പാപം ക്ഷമിച്ചു തരും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് വലിയ നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തി, വലിയ മല കയറ്റം, മല ഇറങ്ങി, വലിയ നദികളിൽ പോയി കുളിച്ച് തീർത്ഥാടനം നടത്തി എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ടൊന്നും സഹോദര, നിന്റെ പാപത്തിന് പരിഹാരമില്ല. നീ ഒരു മദ്യപാനിയായിരിക്കും, വെറുകുത്തുകാരനായിരിക്കാം, തുറന്നടപ്പുകാരനായിരിക്കാം, നീ വ്യഭിചാരക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടവനായിരിക്കാം, നീ കൊലപാതകം ചെയ്തവനെ, മോഷ്ടമായിരിക്കാം, കൊള്ളക്കാരനായിരിക്കാം, തീവ്രവാദിയായിരിക്കാം, ഭീകരവാദിയായിരിക്കും, വർഗീയവാദിയായിരിക്കാം, അനേക രക്തം നിന്റെ കരങ്ങൾ കൊണ്ട് ചൊരിഞ്ഞിട്ടുണ്ടായിരിക്കും, നീ ഭവനവേദനം ചെയ്യുന്ന പിടിച്ചു പറിക്കുന്നവനായിരിക്കാം. ഏതെല്ലാം തരത്തിൽ നീ പാപം ചെയ്തിട്ട് ഏതെല്ലാം പുണ്യനദികളിൽ കുളിച്ചതുകൊണ്ടും എത്ര വലിയ യാഗങ്ങൾ കഴിച്ചതുകൊണ്ടോ നിന്റെ പാപത്തിന് പരിഹാരമില്ല.
മോശയുടെ ന്യായപ്രമാണത്തിൽ വ്യഭിചാരത്തിനും കുലക്കുറ്റത്തിനും പ്രായശ്ചിത്തമായൊരു പ്രമാണവും ഇല്ലായിരുന്നത് പോലെ ഈ കാലഘട്ടത്തിലും വ്യഭിചാരത്തിനും കുലക്കുറ്റത്തിനും മറ്റ് യാതൊരുവിധ കാര്യങ്ങൾക്കും എല്ലാവിധ പാപങ്ങൾക്കും ഒരു പ്രമാണവുമില്ല പരിഹാരത്തിന്. ഒറ്റ പ്രമാണമേ ഉള്ളൂ. അനുതാപത്തോടെ ദൈവസ്ഥലേക്ക് മടങ്ങി വന്ന് പാപങ്ങളെ ഹൃദയപൂർവ്വം അന്തർഭാഗത്തുനിന്ന് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നെടുമ്പാട് വീണ് കരയുമ്പോൾ കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ചു തരും. അല്ലേലേ. അപ്പം പാപിയെ ദൈവം സ്നേഹിക്കുന്നു, പാപത്തെ ദൈവം വെറുക്കുന്നു. അത് എന്നെ കേൾക്കുന്ന മാതാവ്, ഇതിന്റെ പാപത്തെ ദൈവം വെറുക്കുന്നു, എന്നാൽ പാപിയെ ദൈവം സ്നേഹിക്കുന്നു. ഒരു പാപിയായ മനുഷ്യൻ തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തോടെ ചെയ്തു പോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി നീ ദൈവത്തിലേക്ക് വരുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വിടവിടാൻ തുടങ്ങും. അല്ലേരിയ. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ ശിരസിൽ നിന്നൊഴുകിയ രക്തം, അവന്റെ കൈകാലുകൾ ഒഴുകിയ രക്തം, എന്റെ വിലാപ്പുറത്ത് ഒഴുകിയ രക്തം നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി ശുദ്ധീകരിച്ച് പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ മേൽ തന്ന് നിന്നെ മകനാക്കി, മകളാക്കി, പ്രിയ മക്കളാക്കി മാറ്റും. അതാണ് ദൈവത്തിന്റെ നീതി കേട്ടോ. അല്ലേരിയ. അല്ലാതെ പാപത്തിന് വേണ്ടി നീ രോഗപ്രകാരം മനുഷ്യൻ ചെയ്യുന്നത് ഒന്നും ചെയ്യാൻ തുനിയരുത്. അല്ലേരിയ. സ്തോത്രം. ഇവിടെ അനുദപിക്കുകയും നമ്മളത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. അനുദപിക്കുക മാത്രം പോരാ, പാപത്തെ ഏറ്റുപറഞ്ഞാൽ നീ പിന്നെ പാപത്തിലേക്ക് പോകരുത്. അല്ലേരിയ. അത് ലംഘനം അവൻ മറച്ചു വെക്കുന്ന ശുഭം വരികയില്ലെന്നാ. ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർ കർമ്മം ലഭിക്കുമെന്ന് നമ്മൾ സദൃശമാക്കി 28:11 വായിക്കുന്നുണ്ട്. അപ്പം ദാവീദ് തൻ്റെ ജീവിതത്തിൽ ബേർശേബയുള്ള പാപത്തെ മറച്ചു വെച്ചു. അല്ല, ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരികയില്ലെന്ന് ശരവും ഭിന്നത്തിൽ എഴുതി. അപ്പം ദാവീദിന്റെ പാപത്തെ മറച്ചു വെച്ചു. എന്നാൽ ദൈവത്തിന്റെ സന്നിധി മറയ്ക്കാൻ പറ്റത്തില്ല. ദൈവം ദാവീദിന്റെ പാപം കണ്ടിട്ട് എന്ത് ചെയ്തു? നാഥാൻ പ്രവാചകനെ അയക്കുക. നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ പാപത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ മറച്ചു വെച്ച ലംഘനം പുറത്തായി. അല്ലേ? അതുകൊണ്ട് ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരിക. അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ ദാവീദ് തയ്യാറായി. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, എൻ്റെ പാപം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാൻ നീ തയ്യാറാകണം. ഏറ്റു പറഞ്ഞാൽ പോരാ, അതിനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. അല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഏതൊരു കൊടിയ പാപിയെയും കർത്താവ് സ്നേഹിക്കും. ഏതൊരു കൊടിയ പാപിയെയും കർത്താവ് സ്നേഹിക്കും. അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിക്കും. രക്തം ചെയ്യാം. അതുകൊണ്ട് ഇതുവക നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. അപ്പം കർത്താവ് ഇപ്രകാരം പറയുന്നു. അല്ലെങ്കിൽ കർത്താവ് പറയുന്നൊരു വാക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഉന്നതനും ഉയർന്നിരിക്കുന്നതിനും ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും വിനോമിനിയുമുള്ളവരോട് കൂടെ വസിക്കുകയും ചെയ്യുന്നതാണ്. അല്ലേ എന്ന് പറഞ്ഞ് ഇവിടെ ചിന്തിക്കുന്നത് അവൻ അനുദപിച്ച് മടങ്ങി വരുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത്. രക്തം ചെയ്യും. അല്ലേരിയ. പ്രവാചകൻ ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. അല്ലേരിയ. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ. അല്ലേരിയ. മനസ്താപവും മനോവിനിയും ഉള്ളവർക്ക് കൂടെയും വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ നീ ജനിച്ച കാലം തൊട്ട് ഇന്ന് വരെ നിനക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ഈ സമയം വരെയും നിന്റെ ജീവിതത്തിൽ പാപങ്ങൾ നിറഞ്ഞിട്ടുണ്ട്, പാപങ്ങൾ വസിക്കുന്നുണ്ട്. പാപം വസിക്കുന്നതിന്റെ കൂടാരമായി ശരീരത്തിൽ നിനക്ക് സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രമാ, എന്നും ദുഃഖങ്ങളാ, നിലവിളി മാത്രമാ. പാപത്തെ മറച്ച് നീ എത്ര കാലം ജീവിക്കുന്നു അതെല്ലാം നിന്റെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് തടസ്സമാണ്. അല്ലേ? നമ്മൾ ഈ പാപമൊക്കെ ചെയ്തിട്ട് വ്യഭിചാരം, കുലപാതകവും, പിടിച്ചോരി, മോഷണമൊക്കെ നടത്തിയിട്ട് ആരും കണ്ടില്ലല്ലോ എന്നോർത്ത് നമ്മൾ എന്തിക്കും. പക്ഷെ ദൈവം കാണുന്നു. ചെയ്ത എല്ലാ പാപശാപമായി മാറും. രക്തജയം. ആ ശാപം മുഖാന്തരം, ആ പാപം മുഖാന്തരം നിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ തടയപ്പെടും. നിനക്ക് ഉന്നതി കിട്ടത്തിൽ, ഉയർച്ച കിട്ടത്തില്ല, നിനക്കൊരു നന്മ കിട്ടത്തില്ല, നിനക്ക് സന്തോഷം കിട്ടത്തില്ല. നീ എന്ത് കഠിനാധ്വാനം ചെയ്താലും എല്ലാം പാഴായി പോകും. നിന്റെ വേലകളെല്ലാം പാഴ്വേലയായി പോകും.
എന്നാൽ നീ അനുദപിച്ചു വരുന്നെങ്കിൽ എൻ്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കും, നിന്നെ സ്നേഹിക്കും, രക്തം ചെയ്യും. വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്ന മുഴുവൻ. അത് പറയാൻ ഞാൻ പറഞ്ഞു, ഞാനൊരു 25 വർഷം എന്ന് പറയുന്ന കൊടിയ പാപിയാ. ലേഡിയ കൊടിയ പാപി എന്ന് പറഞ്ഞാൽ അത്ര കൊടിയ പാപിയാ. നിങ്ങൾ എൻ്റെ നാട്ടിൽ വെച്ചു ചില പറയുന്ന പറയുന്ന സ്ഥലത്ത് ചോദിച്ചാൽ നാട്ടുകാർ പറയും എൻ്റെ പാപവും എൻ്റെ ജീവിതവും. ലേഡിയ അത്രമാത്രം കൊടിയ പാപിയായിരുന്ന, ലോകത്തിന് വേണ്ട, മനുഷ്യർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ബന്ധങ്ങൾക്ക് വേണ്ട, സുഹൃത്തുക്കൾക്ക് വേണ്ട, അധികാരികൾക്ക് വേണ്ട അത്രമാത്രം കൊടിയ പാപിയായി എന്നെ ലോകം കൈവിട്ടപ്പോൾ, സകലരും കൈവിട്ടപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചത് കർത്താവാകട്ടോ. എന്നെ ചേർത്ത് പിടിച്ച് എൻ്റെ പാപത്തിൻ്റെ കറകളെ കഴുകി എന്നെ എനിക്ക് പുത്രത്വം തന്ന് എന്നെ ദൈവരാജ്യത്തിൻ്റെ മകനാക്കി മാറ്റിയത് എൻ്റെ യേശു. അതുകൊണ്ടാണ് എനിക്കിത് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നത്. ലേരിയ അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ വളരെ സ്നേഹിക്കുന്നു. എന്ന് പാപം ഏറ്റു പറഞ്ഞോ, പാപത്തിന് ശുദ്ധീകരണം വരുത്തി അമ്മ സമാധാനം കിട്ടിയത് കേട്ടോ. അതുവരെ സമാധാനമില്ല. അല്ലെങ്കിൽ ഓട്ടത്തോടോട്ടം തന്നെയാണ്. പണ്ട് പഴമക്കാർ പറയാറുണ്ട്, നടന്നിട്ട് കാര്യവുമില്ല, നായ്ക്കിരിക്കാൻ സമയമില്ലെന്നൊരു പഴഞ്ചൊല്ലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നായ ഇങ്ങനെ രാവിലെ തൊട്ടിങ്ങനെ കാലുവെന്ത നായ്ക്കൂരി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നടന്നിട്ട് ഒരു കാര്യമില്ല, അല്ലേ? അത് ഇരിക്കാനും നേരമില്ല. തെയ്യിൽ കാല് പൊള്ളിയതുപോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഒരു പ്രയോജനം. എന്ത് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിതം നമ്മൾ പാപത്തിൽ വസിക്കുന്നിടത്തോളം കാലം, അല്ലേരിയ, നമുക്ക് യാതൊരു അനുഗ്രഹം ഉണ്ടാകത്തില്ല, യാതൊരു നന്മയുണ്ടാകത്തില്ല. എന്നാൽ അവയെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് കരുണ കാണിക്കും. അതുകൊണ്ടാണ് ഈ ഭക്തൻ പറയുന്നത്, ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. എത്ര ശക്തി പകരുന്ന വചനമാതല്ലേ! എൻ്റെ ജീവിതത്തിൽ എന്നെ ക്രമപ്പെടുത്തിയ ഈ വചനമാകട്ടോ. ലേരിയ എനിക്ക് രൂപാന്തരം തന്ന ഈ വചനമാണ്. എന്നെ ഇന്ന് ഈ ദൈവവചനമായി നിങ്ങളുടെ മുമ്പിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം എന്നോട് കാണിച്ച കരുണയാണ്. എൻ്റെ മഹത്വോ, എൻ്റെ വലിപ്പോ, എൻ്റെ കഴിവോ, പ്രാപ്തിയോ, എൻ്റെ അറിവോ, വിദ്യാഭ്യാസമോ, എൻ്റെ പണമോ, പാരമ്പര്യമോ ഒന്നും അല്ല എന്നെ നിലനിർത്തിയത്. എൻ്റെ കർത്താവിനോട് കരുണ കാണിച്ചതുകൊണ്ടാണ്. പണ്ടേ ഒരുപിടി മണ്ണാകാമായിരുന്ന സ്ഥാനത്ത് ഒരുപിടി മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന്, എൻ്റെ ശരീരം ക്രമീകരിക്കേണ്ട സ്ഥാനത്ത് എൻ്റെ ശരീരം ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ, ദ്രവിച്ചു പോകാതെ, മരണത്തിന് വിട്ടുകൊടുക്കാതെ, മരണകരമായ പാപങ്ങൾ എന്നോട് ക്ഷമിച്ചിട്ട് എൻ്റെ കർത്താവ് എന്നെ ഹല്ലേലൂയ ദ്രവത്വമില്ലാത്തതാക്കി മാറ്റി. ഹല്ലേലൂയ. എന്നാലും ദ്രവിച്ചു പോകുന്ന ഇത് പണ്ടേ മണ്ണോട് മണ്ണ് ചേർന്നേനെ. ഇപ്പോഴും നമ്മൾ മരിച്ചവിടെ ശരീരം മണ്ണോട് ചേരും, പക്ഷെ നമ്മുടെ ആത്മാവ് ദ്രവത്വമില്ല. അത് വെളിപ്പെടുത്തി തന്നത് കർത്താവാ. ഹല്ലേലൂയ. നമ്മുടെ ശരീരം മർത്യമായി മരിച്ചു പോകുന്നതാ. ആ ശരീരം മരിച്ചു പോകുന്ന ശരീരം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവ് മരിച്ചു പോകുന്നില്ല, അത് അമർത്യമായതാണെന്നൊക്കെ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ഭയങ്കര സന്തോഷവും സ്നേഹമായി. ഇന്ന് പാദപീഠത്തിൽ വീണ് കിടന്ന് നിലവിളിക്കുക, കർത്താവേ, എന്നെ പൂരി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിന് കോടാനുകൂടി ജനം കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങളിലുണ്ട്. അവരുടെ പാപങ്ങളെ അവർക്ക് വെളിപ്പെടാതെ ഇന്നും പലരും മറഞ്ഞു നിൽക്കുന്ന പാപം മറച്ചു വെച്ചിരിക്കുക. കർത്താവേ, അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തി അവർക്ക് മനസ്സാന്തരം കൊടുത്ത് അവരുടെ പേരും കൂടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണം. ഈ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആത്മാക്കൾ വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന ആഗ്രഹം അതാണ്. ആത്മാക്കൾ വിടുവിക്കപ്പെടണം, പാപത്തിൽ നിന്ന് മടങ്ങി വരണം, ജീവപുസ്തകത്തിൽ പേരുണ്ടാകും, നിത്യമായ നരക ശിക്ഷാവിധി, നരക കടലിലേക്ക് പോകാതെ, ആ കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള ഗന്ധം തീപ്പൊയ്യിലേക്ക് പോകാതെ ദൈവരാജ്യത്തിൻ്റെ മാധുര്യം അനുഭവിക്കാൻ വേണ്ടി ഞാൻ ഡെയിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പേരെനിക്കറിയത്തില്ല, എല്ലാവരുടെയും വീടറിയത്തില്ല, എല്ലാവരുടെയും താമസം എനിക്കറിയത്തില്ല, എങ്കിലും എന്നെ ഏൽപ്പിച്ച ദൗത്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. പ്രൈസ് അത് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും ചെയ്യുന്നുണ്ട്, മെസ്സേജിലൊക്കെ എപ്പോഴും പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രക്തജയം നിനക്കൾക്ക് സ്വഭാവേ മടങ്ങി വരണം, മാനസാന്തരപ്പെടണം. കാലം ഇനി നിനക്ക് അധികമില്ല. നിന്റെ ജീവൻ എപ്പോൾ പോകും, നീ എപ്പോൾ മരിക്കും, നിനക്കൊരു നിശ്ചയമില്ല. ഹല്ലേലൂയ. നിനക്ക് ലഭിച്ച സമയത്തിൻ്റെ ഉള്ളിൽ നീ പാപത്തെ ഏറ്റു പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു, നിങ്ങളൊരു സ്വർണ്ണക്കനിയിലേക്ക് ചെന്നിട്ട് ആ സ്വർണ്ണക്കനിയിൽ എങ്ങനെയാണ് സ്വർണം വെട്ടിയെടുക്കുക നിങ്ങൾ ചിന്തിക്കണം. ഹല്ലേലൂയ. നിങ്ങളൊരു സ്വർണ്ണക്കനിയിലേക്ക് ചെന്നാൽ ആ സ്വർണ്ണക്കനിയിലുള്ള തൊഴിലാളികൾ എന്ത് ചെയ്യും? അനേക സ്വർണ്ണക്കട്ടകൾ വെട്ടിയെടുക്കും.
അനേക സ്വർണ്ണക്കട്ടകൾ വെട്ടിയെടുത്ത് അതിനെ ഉടയ്ക്കും. അല്ലേലൂയ. അതിനെ ഉടച്ച ശേഷം തീക്കനയിൽ വെച്ച് വളരെ ശക്തിയായ തീയിലൂടെ ആ സ്വർണ്ണക്കട്ട ഉരുക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിലെ കീടങ്ങൾ മുഴുവൻ മാറിപ്പോകും. ആ വലിയ സ്വർണ്ണക്കനിയിൽ സ്വർണം വെട്ടിയെടുത്ത് വലിയ കട്ടകൾ വെട്ടിയെടുത്ത് അതിനെ ഉടച്ച് തീയിലിട്ട് ചുടുമ്പോൾ എന്ത് ചെയ്യും? ആ കട്ടകളിലുള്ള എല്ലാ പൊടിയും മണ്ണും കീടങ്ങളും എല്ലാം മാറിയിട്ട് എന്ത് ചെയ്യും? നാക്കാവിൽ നല്ല സ്വർണ്ണ കട്ടകൾ കിട്ടും, സ്വർണ്ണ ഉരുപ്പടികൾ കിട്ടും. പിന്നെ അതുകൊണ്ട് നല്ല മനോഹരമായ ആഭരണങ്ങൾ കടകൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. മുമ്പ് അതെങ്ങനെ ആയിരുന്നു? വലിയ കീടങ്ങൾ പിടിച്ച കട്ടയായിരുന്നു. പക്ഷെ ഇപ്പോൾ ജുവലറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സ്വർണ്ണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കണ്ണുകൾ രസിപ്പിക്കുന്നതല്ലേ? എന്തുകൊണ്ട്? അതിലെ കീടങ്ങളെ മുഴുവൻ മാറ്റി. അതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവ് നമ്മോട് ചെയ്യുന്നത്. നമ്മളെ കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളെ തീയിലൂടെ എന്നുപോലെ കടത്തിവിടും. തീയിൽ കൂടെ എന്നുപോലെ ശോധന ചെയ്ത് എൻ്റെയും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കീടങ്ങളെയും പൊടികളെയും ചപ്പും ചവറും എല്ലാം ദൈവം നീക്കി. അല്ലേരിയ. നല്ലൊരു ഉരുപ്പിടിയായി ദൈവം നമ്മെ പുറത്തെടുക്കും. അതിന് ചില പരീക്ഷകളും ശോധനകളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെ കടന്നു വരും. ഒരുപാട് നിന്ദകൾ, അപമാനങ്ങൾ. നമ്മുടെ കർത്താവ് ക്രൂശിലൂടെ കടന്നു പോയതുപോലെ നമ്മൾ കടന്നു പോയില്ലെങ്കിലും അതിന് സമാനമായ മറ്റേതെങ്കിലും പ്രതിസന്ധികളുടെ നമ്മൾ ശോധനയോട് കടന്നു പോകും. അങ്ങനെ കടത്തിവിട്ട് ദൈവം നമ്മെ എന്ത് ചെയ്യും? നല്ലൊരു ഉരുപ്പിടിയാക്കി മാറ്റും. ഇത് തന്നെയാണ് ദാവീദിനെ ദൈവം ചെയ്തത്. ഒരു കനിയിലെടുത്ത സ്വർണ്ണക്കട്ടൽ തീയിലൂടെ എന്ന ശോധന ചെയ്യുന്ന പോലെ ദാവീദിനെ ദൈവം തീയിലൂടെ ശോധന ചെയ്യുന്ന പോലെ ചെയ്തു. അല്ലേലിയ. ദാവീദിന്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ കീടങ്ങളെയും പൊടികളെയും ചപ്പും ചവറും എല്ലാം നീക്കിക്കളഞ്ഞ് ദൈവത്തിന് കൊള്ളാകുന്നതിനായി മാറ്റി. അതെ, ഇതുപോലെ എന്നെ കേൾക്കുന്ന മാതാവേ, നീ പാപിയാന്ന്, എന്നെ കേൾക്കുന്ന സഹോദരി ശ്രോതാവേ, നീ പാപിയാന്ന് പറഞ്ഞ് മാറി നിൽക്കണ്ട. ലോകം നിന്നെ പാപി എന്ന് മുദ്ര കുത്തുമ്പോൾ ദൈവം നിന്നെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലേരിയ. അപ്പൊ ഈ സ്വർണം വെട്ടിയെടുത്ത് ഒരുക്കിയെടുക്കുന്നത് പോലെ. അതുകൊണ്ട് നമ്മൾ ഈ സദൃശവാക്യം നമ്മൾ വായിക്കണം. അതിനകത്ത് 25-ാം അധ്യായം 4-ാമത്തെ വാക്യം തോന്നുന്നു, വായിച്ചു നോക്കണം കേട്ടോ. വെള്ളി ഊതിക്കഴിച്ചാൽ തട്ടാന് നല്ലൊരു ഉരുപ്പടി കിട്ടുമെന്നാ. ഈ വെള്ളി എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് തീയിലിട്ട് ശോധന ചെയ്ത് ഊതിക്കഴിച്ചാൽ അത് പൊടികളെല്ലാം മാറ്റി കഴിയുമ്പോഴേ ആ തട്ടാൻ നല്ലൊരു ഉരുപ്പടി കിട്ടും. ഇതുപോലെയാണ് ദൈവം നമ്മെ ശോധന ചെയ്യുന്നത്. ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ കുറ്റം പറയരുത്, കർത്താവിനെ നിന്ദിക്കരുത്. എന്തുകൊണ്ടാണ് കർത്താവ് എനിക്കിതെല്ലാം വന്നത് സംഭവിച്ചതെന്ന് ഓർത്ത് ചോദിക്കരുത്. നമ്മൾ കർത്താവിൻ്റെ ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്. അല്ലേലിയ. കർത്താവിൻ്റെ ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്, കർത്താവിൻ്റെ എതിർത്ത് പറയാൻ നിൽക്കരുത്, കർത്താവിനെ മത്സരിക്കാൻ നിൽക്കരുത്. കർത്താവിനെ വെല്ലുവിളിക്കരുത്. ചിലർക്ക് കർത്താവിനെയൊക്കെ വെല്ലുവിളിക്കുന്ന കാണത്തില്ല. മത്സരിച്ച് ചോദ്യം ചെയ്ത് പിറുപിറുത്ത് അവർക്കൊന്നും അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ അനുതാപമാണ് ആഗ്രഹിക്കുന്നത്. നിന്നിലുള്ള അനുതാപമുള്ള ഹൃദയത്തെ ദൈവം നിന്നിൽ പുതുക്കുവാൻ ആഗ്രഹിക്കുവാൻ നീ ആ പാദപീഠത്തിൽ വീഴുക തന്നെ ചെയ്യണം. അല്ലേലിയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പരീക്ഷകളാൽ നിങ്ങൾ നുറുങ്ങപ്പെടുമ്പോൾ നല്ല പൊന്നായി ശോഭിക്കുന്ന അല്ലേലിയ കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ വന്നതുപോലെ നിങ്ങൾ ഒരുപാട് പരീക്ഷകൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ നല്ലൊരു പൊന്നായിട്ട് ശോഭിക്കാനാ. യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോയതുപോലെ താങ്കൾ ഒരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകാം, ഞെരുക്കത്തിലൂടെ കടന്നു പോകാം, പ്രതികൂലത്തിലൂടെ കടന്നു പോകാം. സാമ്പത്തികമായ ഞെരുക്കം ജീവിതത്തിൽ കടന്നു, ശാരീരികമായി മുഴുവൻ നിനക്ക് പ്രതിസന്ധി വന്നേക്കാം. ശിരസോട്ടുള്ളക്കാല് വരെ വരിഞ്ഞു മുറുക്കുന്ന വിധത്തിലൂടെ വെളിയിലിറങ്ങാൻ കഴിയാത്ത നിലയിൽ ഒരുപക്ഷെ നിന്റെ ശരീരത്തെ ശോധന ചെയ്തേക്കാം ദൈവം. അല്ലേരി. അത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ പണിതെടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു തടി ആയാലും തടി വെട്ടിയിട്ട് മുറിച്ച് അത് മില്ലിൽ കൊണ്ടുപോയി കീറി കൊണ്ടുവന്ന് അത് നന്നായിട്ട് മിനുക്കി ചിന്തയിലിട്ടെടുത്ത് അതൊരു ആശാരി കമ്പനിക്ക് നന്നായിട്ട് തുളച്ച് അത് വീണ്ടുന്ന ഏത് ഫർണിച്ചറാണ് വീണ്ടുന്ന മാതൃകയിലൂടെ കൊണ്ടുവന്ന് ഭവനത്തിനകത്ത് നല്ലൊരു ഫർണിച്ചർ കൊണ്ടുവരണമെങ്കിൽ ആ തടി ഒരുപാട് ശോധന കടന്നു പോകുന്നുണ്ട്. അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ശോധന കടന്നു പോയി കഴിയുമ്പോഴാണ് കർത്താവിന് മനോഹരമായ ഒന്നായി നിന്റെ ദൈവം എടുക്കുന്നത്. അല്ലേ അതുവരെ നമ്മൾ ശോധന കടന്നു. പക്ഷേ അതുവരെ നാം ദൈവത്തിന് ക്ഷമയോടെ ഇരിക്കണം. രക്തം ക്ഷമിക്കുവാനുള്ള മനസ്സ് നിനക്കുണ്ടോ? വെറും ക്ഷമയില്ല, ദീർഘക്ഷമയുടെ ഒരു മനസ്സ് നിനക്കുണ്ടോ?
ദീർഘക്ഷമയുടെ ഒരു ഹൃദയം നിനക്കുണ്ടോ, അതിനൊരു സമർപ്പണം നിനക്കുണ്ടോ, നീ ഒരിക്കലും പരാജയപ്പെടത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, ഈ പ്രഭാതത്തിൽ നീ മരണമാണ് നിന്റെ മുമ്പിലിരിക്കുന്നത്. ഈ നേരം വെളുക്കണ്ട, നേരം വെളുപ്പിക്കണ്ട എന്നൊക്കെ ഓർത്ത് നീ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? നിന്റെ ജീവിതത്തിന്റെ പാവം ക്ഷമിച്ചൊരു യേശു ആഗ്രഹിക്കുക. ഞാനും എൻ്റെ മക്കളുടെ മരിച്ചു കളഞ്ഞെങ്കിൽ ജീവിതം വേണ്ട, ഞങ്ങൾ കുടുംബമായിട്ട് ജീവിതം ഒടുക്കിയേക്കാം എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ ജീവൻ വിലപ്പെട്ടതാണ്, നിന്റെ കുടുംബം വിലപ്പെട്ടതാണ്, നിന്റെ മക്കൾ വിലപ്പെട്ടതാണ്, നീ ദൈവത്തിന് വിലപ്പെട്ടതാണ്. നീ നിന്നെ തന്നെ, നിന്റെ കുടുംബത്തെ നീ നശിപ്പിക്കരുത്. നീ ദൈവത്തിന് വിലയേറിയവനാണ്, മാന്യനാണ്. അതുകൊണ്ട് നിന്റെ മുമ്പിലത്തെ പ്രവൃത്തി വിട്ട് മടങ്ങി വന്ന് നീ യേശുവിന് വേണ്ടി നിന്റെ ഹൃദയം കൊടുക്കുമ്പോൾ നിന്റെ തകർന്ന കുടുംബത്തെ ദൈവം ഉയർച്ചയിലേക്ക് കൊണ്ടുവരും. രക്തം കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഈ വചനം പറയുമ്പോൾ ചില തകർന്ന കുടുംബങ്ങളെ ദൈവം വിടിവിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, വിദേശത്ത് ജോലിക്ക് പോയ ഒരു കുടുംബം, ഭാര്യ ഭർത്താവ് 3 മക്കളാണ്. വിദേശത്ത് ജോലി, ഓസ്ട്രേലിയയിലാണ്. ഹല്ലേലൂയ. അവർ ജോലിക്ക് പോയി ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ പെട്ടെന്ന് ആ സഹോദരൻ്റെ വൈഫ് നേഴ്സാ, ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന വഴിക്ക് മറ്റൊരു രാജ്യക്കാരൻ ഹല്ലേലൂയ അവരുടെ കാറിൻ്റെ മുമ്പിൽ വീണു. അല്ലേ, മുമ്പ് ചാടി ആ സഹോദരൻ മരിച്ചുപോയി. ഈ സഹോദരി തെറ്റും ചെയ്തിട്ടില്ല. കാരണം ഈ സഹോദരൻ വണ്ടിയുടെ മുമ്പിൽ ചാടി, തെളിവുകൾ ഏറെയുണ്ട്. അപ്പം അത് കേസായി, കോടതിയായി. എന്ത് ചെയ്തു? ആ സഹോദരിയെ ജയിലിലടച്ചു. ജയിലിൽ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉള്ള കൊലക്കുറ്റം ചെയ്ത വീട്ടിൽ തന്നെങ്കിൽ ഉള്ളൊരു ജയിലിൽ അവരെ 2 വർഷം ശിക്ഷിച്ച് അവിടെ ആക്കി. അല്ലേ, നമ്മുടെ കേരളം തിരുവല്ലയിലുള്ളതാണ്. സ്തോത്രം. എന്നിട്ട് സംഭവിച്ചു, അവരുടെ 3 പെൺമക്കളെ, നല്ല മക്കളെ, 3 പെൺമക്കളെ, നല്ല വിദ്യ, അവിടുത്തെ സ്തോത്രം, അവിടുത്തെ കുട്ടികളെ സംരക്ഷിക്കുന്ന സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന ഏതൊരു പ്രസ്ഥാനം, അവരെ ഏറ്റെടുത്ത് അവരാണ് ഇപ്പം കുട്ടികളെ വളർത്തുന്നത്. ഈ സഹോദരൻ മാത്രം ജീവ ഒറ്റയ്ക്കായി. ഈ സഹോദരൻ മാത്രം, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് വേണം. അദ്ദേഹം വളരെ കണ്ണുതില്ലായി, വളരെ സങ്കടത്തിലായി. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജുകളും ബാക്കിയൊക്കെ ഇടുന്നത് കണ്ടിട്ട് അദ്ദേഹം എന്നെ ഒരിക്കൽ വിളിച്ചു. ചില വർഷങ്ങൾക്ക് അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, എനിക്കിങ്ങനെയാണ് സംഭവം. ഇങ്ങനെ ഞാൻ തകർന്ന എൻ്റെ ഭാര്യ 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നവരുടെ കയ്യിലാണ്. എനിക്ക് ഒരു സമാധാനമില്ല. എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാനോ കിടക്കുവാനോ ഉറങ്ങാനോ ഒന്നും കഴിയുന്നില്ല. എനിക്കൊരു ഭാര്യ, എൻ്റെ മക്കളും വേണം. അദ്ദേഹം കരയുവാൻ തുടങ്ങി കേട്ടോ. അവസാനം എനിക്കും ഭയങ്കര സങ്കടമായി. ഞാൻ വിവരങ്ങളെല്ലാം ചോദിച്ചാൽ ഞാൻ തെറ്റ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, ആ സഹോദരൻ്റെ ജീവിതത്തിലെ കുറവുകൾ, അല്ലെങ്കിൽ അപ്പം ഞാൻ വീണ്ടും വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ അവരുടെ 2 പേരുടെ ജീവിതത്തിൽ അല്പസ്വല്പം പൊരുത്തക്കേടുകളുണ്ട്. അല്ലെങ്കിൽ ആ പൊരുത്തക്കേടുകൾ മാറ്റി ഇവർ 2 പേരും ദൈവവിളിയുള്ളവരാണ്. ആ ദൈവവിളിയുള്ള 2 പേരും പരസ്പരം അംഗീകരിക്കാതെ 2 പേരും ആ കാലഘട്ടത്തിലുള്ള പണത്തിൻ്റെ അതുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. പക്ഷെ ദൈവം ഒരു ശോധനയുടെ കടത്തിവിട്ടു. ആ ശോധന എന്ന് പറഞ്ഞാൽ തീരുടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ സൗകര്യം പ്രാർത്ഥിപ്പം എല്ലാത്തിനും വിടുതലായിക്കൊണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പാസ്റ്റർ, ഞാൻ എൻ്റെ ദൈവത്തോട് മത്സരിക്കത്തില്ല. ഹല്ലേലൂയ. അത് സ്നേഹിത, നമ്മൾ ദൈവത്തോട് മത്സരിക്കുന്നത് അനുഭവമുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ. കാരണം തീരുടെ എന്ന് പോലും നമ്മൾ ദൈവ ശോധനയുടെ കടത്തിവിടുന്നു. അത് നിന്നെ തകർക്കുവാനല്ല, നിന്നെ പണിയുവാനാ, നിന്നെ നന്നാക്കുവാനാ. നീ ലോകത്തിൽ നിന്നും പൊട്ടിമുളച്ച് വന്നതല്ല ശ്രോതാവി. നിങ്ങൾ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ അങ്കൂരിച്ചത് പ്രകാരം, ദൈവത്തിൻ്റെ അനാദി നിർണയപ്രകാരമാണ് നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ ജന്മം കൊണ്ടത്. 139 സങ്കീർത്തനം വായിച്ച മനസ്സിൽ, നീ അമ്മയുടെ ഉദരത്തിൽ പിണ്ടകാരമായിരുന്നപ്പോൾ, നിയമിക്കപ്പെട്ട നാളുകളൊന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ ജീവന്റെ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, നിന്നെക്കുറിച്ചുള്ള എല്ലാ ഭാവി പദ്ധതികളും. പക്ഷെ നീ അതിന് വിധേയപ്പെട്ട് കൊടുത്തില്ല. നിന്റെ അഹങ്കാരം കൊണ്ട് നീ അഹങ്കരിച്ച് നിഗളിച്ചു. ആ നിഗളം നിനക്ക് ദോഷമായി മാറി. അതെല്ലാവർക്കും പറ്റുന്നത്. എന്നെക്കുറിച്ചും എൻ്റെ ജീവിതം അത് തന്നെയായിരുന്നു. 25 വർഷം കോടതിയും ജയിലും കേസുമായിട്ടും മാത്രം കയറിയിറങ്ങിയ സമാധാനമില്ല, സന്തോഷം, അധ്വാനിച്ചത് മുഴുവൻ നഷ്ടപ്പെട്ട് കള്ളിനും കഞ്ചാവിനും എല്ലാം അടിമപ്പെട്ടു പോയ ജീവിതം. നിങ്ങൾക്കറിയാം, 25 വർഷമാണ്. ഹല്ലേലൂയ. എന്നെ അതിൽ എൻ്റെ കർത്താവ് വിടിവിച്ചവർ നിങ്ങൾ ഓരോരുത്തരും വിടിവിപ്പാൻ ദൈവം ശക്തൻ. ഇന്ത്യ സമാധാനമുള്ളവനാ. സന്തോഷം എനിക്കൊന്നുമില്ലെങ്കിലും സമാധാനമാണ്. ഹല്ലേലൂയ. എന്താ എൻ്റെ കർത്താവ് എനിക്ക് തന്നതാ സമാധാനം. ഇന്നെൻ്റെ വീട്ടിലേക്ക് പോലീസുകാർ വരത്തില്ല, എക്സൈസുകാർ വരത്തില്ല, ഫോറസ്റ്റുകാർ വരത്തില്ല, മറ്റ് യാതൊരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും വരത്തില്ല. കാരണം ഞാൻ ദൈവസന്നിധിയോടെ നിൽക്കുക.
രക്തം ചെയ്യും. എൻ്റെ കർത്താവല്ലേ എനിക്ക് യോഗ്യമാക്കി തീർത്തത്. അന്നേ മരിച്ചു പോയെങ്കിൽ ചെന്തേ ഞാൻ വൻ നഗരമതിൽ നിന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഞാൻ പലപ്പോഴും ആ വാക്കും വാഞ്ചികളും ഒക്കെ ഉച്ചരിക്കാറുണ്ട്. പലരും ആ പാട്ട് പാടുമ്പോൾ ഞാൻ കാതോർത്ത് നിൽക്കാറുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മടങ്ങി വാ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ വഴിയിലൂടെ നുറുങ്ങിയ അനുഭവത്തിലൂടെ കടന്നു പോയെന്നൊക്കെ ഒരു ഭക്തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നേക്കാം, നുറുങ്ങിയ അനുഭവം വന്നേക്കാം. അല്ലെ, ശരീരം നുറുക്കുന്ന, അല്ലെ ജീവിതം നുറുക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന വിധത്തിലുള്ള വേദനയുടെ കടന്നു പോയേക്കാം. ഒടുവില്ലാതെ മുഴുവനും അനുഗ്രഹമായി മാറും. അല്ലേരി, അതും യോബിനെ സംബന്ധിച്ച് പഠിച്ചാൽ മതി. കഷ്ടപ്പാടുകളുടെ ജീവിതം തുടങ്ങിയ പുഴുവരിച്ച ശരീരം, മരണം മാത്രം ആഗ്രഹിച്ച അനുഭവത്തിലൂടെ കടന്നു പോയെങ്കിലും അല്ലേലും പിന്നത്തേതിൽ അനുഗ്രഹമാക്കി മാറ്റിയൊരു ദൈവമുണ്ട്. അതെ, നീ അല്ലെങ്കിൽ തകർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ദൈവം വിടുതൽ നൽകും. ബിസിനസ്സിൽ തകർന്നോ, പരാജയപ്പെട്ടോ, നിന്റെ കൃഷി മുഴുവൻ വെള്ളം ഒലിച്ചുകൊണ്ട് പോയോ, നിന്റെ നന്മകളെല്ലാം അടഞ്ഞു പോയോ, നിന്റെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെട്ടു പോയോ, നിന്റെ സമ്പത്തുകളെല്ലാം കൈവിട്ടു പോയോ, ഒന്നുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. നിനക്ക് ഒരു ശോധന ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പുതുക്കിപ്പണി നടക്കാനാണ്. യേശുവിലേക്ക് വരണം കേട്ടോ, കർത്താവിലേക്ക് വരണം. പലരും കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ യേശുവിനെ കുറ്റം പറയുക, രക്തം ചെയ്യും. പലരും കർത്താവ് നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ കർത്താവിനെ കുറ്റം പറയും. ഫ്രൈസറോ, കർത്താവ് നല്ലത് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്താണെന്ന് പറയാമോ? യാക്കോബിന്റെ ലേഖനം 1:12 വാക്യം. യാക്കോബിന്റെ ലേഖനം 1:12 വാക്യം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനായി തികഞ്ഞ ശേഷം കൊള്ളാകുന്നതിനാക്കി എടുക്കും ദൈവമേ. ഏതോ കൊള്ളരുതാത്ത പരിപാടിയൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നതിനെ തികഞ്ഞ ശേഷം. ഏതോ കൊള്ളരുതാത്ത ഉണ്ടെന്ന്. അപ്പം കൊള്ളരുതാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ജീവകിരീടം ദൈവം നമുക്ക് തരും. അല്ലേ? അപ്പം കൊള്ളരുതാത്തതൊക്കെ ഉള്ളത് നീക്കണം. അല്ലേ? നമ്മൾ പറയും ഞാൻ വിശുദ്ധനാന്നൊക്കെ പറയും. നമ്മൾ വിശുദ്ധനും ഒന്നും അല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു കേട്ടോ, ഇന്നലെയും പാപത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മൾ വിശുദ്ധനാക്കി നമ്മൾ സ്വയം അഹങ്കരിക്കും. കർത്താവിന്റെ കണ്ണി നമ്മൾ പാപികളാണ്. അതിന് ശുദ്ധീകരണം വരുത്തണമെന്നാണ് വചനം പറയുന്നത്. ചിലരൊക്കെ അങ്ങോട്ട് ഒച്ചയിടാൻ തുടങ്ങി, ഓടിയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുറുക്കൻ കിടന്ന് കാറുന്നത് പോലെ വീട്ടിൽ കിടന്ന് കാറുന്ന ചില സഹോദരന്മാരെ എനിക്കറിയാം. എല്ലാവരെയും ദൈവമക്കളെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും മാതാപിതാക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കൻ ഓളിയിടുന്നത് പോലെ, രാത്രിയും പകലും കിടന്ന് കുറുക്കൻ ഓളിയിടുന്നത് പോലെ വീട്ടിനകത്ത് കിടന്ന് ഒച്ചയിടുന്ന ചില തലമുറകളുണ്ടാകും. അല്ലേ? എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മെസ്സേജ് കേൾക്കുന്നത്, നീ തിരിച്ചറിയാം. നിന്റെ സ്വഭാവം എനിക്കറിയാം. നീ മെസ്സേജ് കേട്ടാൽ നീ മാനസാന്തരം. നീ കുറുക്കൻ ഓളിയിടുന്ന ഒരു ഓളിയിട്ടത് കൊണ്ട് നിനക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല. നീ തകർന്നുകൊണ്ടിരിക്കുകയുള്ളൂ. എന്നാൽ നിന്നോട് പറയുന്ന കാര്യങ്ങൾ നിന്റെ തെറ്റിനെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ നീ അനുദപിച്ച് ദാവീദ് വന്നതുപോലെ മടങ്ങി വരുന്നെങ്കിൽ അല്ലേലൂയ, നിനക്ക് ഉയർച്ചയുണ്ട്. ഒരു രാജാവ് മടങ്ങി വരാൻ തയ്യാറായെങ്കിൽ പിന്നെ നീ രാജാവൊന്നുമല്ല. നീ രാജാവിന്റെ ന്യായാധിപനല്ല. നീ രാജ്യത്തിന്റെ പ്രമാണിയോ രാജ്യത്തിന് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊന്നുമല്ല. നീ അങ്ങനെയുള്ളവരും ആയിക്കോട്ടെ. പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് മടങ്ങി വന്ന് അരുതാമത്തെ ദൈവം പോയി വീണെങ്കിൽ നീ മടങ്ങി വന്ന് വീഴണം ദൈവസന്നിധിയിൽ. നിനക്ക് കുറച്ച് ആരോഗ്യം കാണും, രക്തത്തിളപ്പ് കാണും, നിനക്ക് കുറെ കഴിവ് പ്രാപ്തി കാണും. നിന്റെ കുറെ കുറുക്കൻ ഓടിയിട്ടതുപോലെ നീ ഓടിയിട്ട് നിന്റെ കുടുംബത്തിലുള്ള പേടിപ്പിച്ചേക്കും. പക്ഷെ നിന്റെ നാശം അത് കേട്ടോ. അല്ലേ? നീ മടങ്ങിയോ, മാനസാന്തരപ്പെടും. ഞാനിതൊക്കെ ഒരുപാട് കടന്നുപോയ ആളാണ്. അല്ലേ? എനിക്കതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തോടെ വചനം പ്രസംഗിക്കുന്നത്. ഞാൻ അതുകൊണ്ട് എൻ്റെ വീട് സ്ഥലമൊക്കെ പറയുന്നത് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് അന്വേഷിക്കണം. കാരണം മറച്ചു വെക്കാനൊന്നുമില്ല, എല്ലാം പരസ്യമാണ്. അല്ലേ? മാനസാന്തരപ്പെടണമെന്ന്. നമുക്ക് ഒറ്റ ജീവിതമായി ഈ ഭൂമിയിൽ, രണ്ടാമതൊരു ജീവിതമില്ല. ഈ ലോകത്തിൽ ഒരു സുഖത്തിനും വേണ്ടി ആഗ്രഹിക്കരുത്. ഈ ലോകത്തിൽ ഒരു സുഖവും വേണ്ട. ഈ ലോകത്തിലെ ഒരു സുഖത്തിനും വേണ്ടി നീ ആഗ്രഹിക്കും. നമുക്ക് ഒറ്റ സുഖം മതി. കർത്താവായ യേശുക്രിസ്തുവിലുള്ള സന്തോഷം മാത്രം മതി. അല്ലേ? ലോകസുഖത്തിന് വേണ്ടി ചില പറയും ചേരത്തിന് നാട്ടിൽ ചെന്ന ചേരയുടെ നാടുകൂടി തരണം. അതെ, നീ അങ്ങനെ അന്ന് കള്ളുകൂടിയമാരുടെ കൂട്ടത്തിൽ നീ കള്ളു കുടിക്കണം. വ്യഭിചാരിക്കണം, നീ വ്യഭിചരിക്കണം. പിടിച്ചു വരിക, നീ പിടിച്ചു വരിക. മോഷ്ടാവാക്കി തരണം. ഏത് നാട്ടിൽ അവിടുത്തെ നാട്ടിലെ ജനം ജീവിക്കുന്ന നീ ജീവിക്കാൻ വരരുത്. അതപ്പോഴും ചേരത്തിന് നാട്ടിൽ ചേരുന്നുണ്ട്. അങ്ങനെയല്ല.
നീ ഒരു ദൈവ പൈതലാണ്. നീ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവമല്ല. നിന്റെ മേൽ ദൈവ വിളിയുണ്ട്, ദൈവ നിയോഗമുണ്ട്. നിന്നെ കർത്താവാണ് സൃഷ്ടിച്ച് ഭൂമിയിലാക്കി നിനക്ക് ഇത്രയും കഴിവും പ്രാപ്തി ആരോഗ്യവും ഒക്കെ തന്നത്. അതുകൊണ്ട് നീ ലോകക്കാരെ പോലെയാകരുത്. ലോകത്തിലുള്ളതിനെ നീ സ്നേഹിക്കരുത്. നീ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണം. അല്ലാതെ ഇവിടെ അടിച്ചു പൊളിച്ചിട്ടങ്ങ് സ്വർഗത്തിലേക്ക് ചെന്ന് വാഴാമെന്ന് നീ ആഗ്രഹിക്കരുത് കേട്ടോ. അതിൻ്റെ തെറ്റായ മോഹമാണ്. ഹല്ലേലൂയ. മടങ്ങി വന്നാൽ നിനക്ക് നിത്യത ഉറപ്പാണ്. ഹല്ലേലൂയ. മടങ്ങി വന്നില്ലെങ്കിൽ നിനക്ക് നരകം ഉറപ്പാണ്, രക്തചയം. എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പാപത്തെ എല്ലാം മറച്ചു വെച്ചോണ്ട് ഇന്നത്തെ ഒരുപാട് പ്രവചന ശുശ്രൂഷ കണ്ടിട്ടില്ലേ? മനുഷ്യന്റെ പാപത്തെ അകൃത്യത്തെ മുഴുവൻ മറച്ചു വെക്കും. രഹസ്യ പാപങ്ങളെയും പരസ്യ പാപങ്ങളെയും സ്വമേധ പാപങ്ങളെയും എല്ലാവരും സ്തോത്രം മറിഞ്ഞ് തെറ്റുകളെല്ലാം മറച്ചു വെച്ചിട്ട് ശക്തമായ പ്രവചനവും ദൂതും ഒക്കെ അങ്ങോട്ട് പറഞ്ഞ് തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നവരെ അങ്ങ് രസിപ്പിക്കും. എന്നിട്ട് നിങ്ങൾക്ക് അതൊന്നും പ്രായോഗികമല്ല പ്രിയ സ്നേഹിത. അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനിങ്ങനെയൊക്കെ ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. ശക്തമായ ദൂതുകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ നിനക്ക് പ്രായോഗികമായ ജീവിതത്തിൽ നീ അനുഭവിക്കണമെങ്കിൽ ആദ്യം നീ മാനസാന്തരപ്പെടണം. നീ വിശുദ്ധനായിരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിപ്പോയി. പിന്നെ പഴയ നിയമ ലേവ്യ പുസ്തകമൊക്കെ ഒന്ന് വായിക്കണം. വിശുദ്ധിയുടെ മാനദണ്ഡം എന്താണെന്ന് ആ പുസ്തകം വെളിപ്പെടുത്തി തരും. പിന്നെ നമ്മൾ ഈ പഴയ പഞ്ചഗ്രന്ഥങ്ങൾ 5 ഒന്ന് 5 ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനമൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. ഇതൊക്കെ അടച്ചുപൂട്ടി ഭദ്രമായി മെഴുതിരി കത്തിച്ച് അതിനെ പൂജിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പുസ്തകം നിനക്ക് തന്നിരിക്കുന്നത്. അത് നീ നിന്റെ മക്കളും വായിച്ചു പഠിക്കണം. പാപം എന്താണെന്ന് അറിയാം, പാപത്തിന് ശിക്ഷ എന്താണെന്ന് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യഭിചാരത്തിനും കൊലക്കുറ്റത്തിനും മോശയുടെ ന്യായപ്രമാണത്തിനകത്ത് രക്ഷപ്പെടാൻ യാതൊരു മാർഗവുമില്ല. പാപം ചെയ്യുന്നവൻ, കൊലപാതകം ചെയ്യുന്നവൻ, വ്യഭിചരിക്കുന്നവനും മരണശിക്ഷ അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു ആ കാലഘട്ടത്തിലെ പ്രമാണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലന്റെ സ്ഥാനത്ത് ദൈവത്തിനോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കൃതസ്വമാണ് നീ ദൈവത്തെ സ്തുതിക്കുന്ന മടങ്ങി വന്ന് മാനസാന്തരപ്പെടണമെന്ന് രക്തചയം. ഹല്ലേലൂയ. നമുക്ക് നിത്യതയിലെത്തണം. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും കർത്താവോട് പറയുന്നത്, കർത്താവ് നിത്യതയിലെത്തണം. ഈ ലോകത്തിന്റെ സുഖത്തിലൊന്നും വീണ് ഇവിടെ നശിച്ചു പോകരുത്. നിത്യതയിൽ അവിടുത്തെ സന്തോഷം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലെന്ന് 1 Corinthians 2:9 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സ്വർഗീയ യെരൂശലേം, പുതിയ യെരൂശലേം, സ്വർഗീയ ഭവനം. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചെല്ലണം. ഹല്ലേലൂയ. അതായിരിക്കും നമ്മുടെ വിശ്വാസ പ്രത്യാശ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ പരീക്ഷയിൽ എന്ന പോലെ, തീയിൽ കൂടി എന്ന പോലെ നീ ശോധനയുടെ കടന്നു പോകുമ്പോൾ അതിനെ നീ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഒരു റോസാപ്പൂവിനെ നിങ്ങൾ നോക്കണം. നിങ്ങൾ സ്വർണ്ണക്കരിയെ കുറിച്ച് നിങ്ങൾ റോസപ്പൂവിനെ ചിന്തിക്കണം. ആ റോസപ്പൂവിൽ നിന്നും വാസനയുള്ള തൈലം എടുക്കുവാൻ വേണ്ടിയിട്ട് ആ റോസപ്പൂവിനെ ഞെക്കി പിഴിയുന്നു. നിങ്ങൾ കർത്താവിന് സൗരം വീശുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ചില പാതിയിലൂടെ കടത്തിവിടും. ഈ റോസപ്പൂവിന് മണമുള്ള അനേക തൈലങ്ങൾ, അല്ലെങ്കിൽ സൗരഭ്യം അനേക സ്പ്രേകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കും? നല്ല ആ റോസപ്പൂവൊക്കെ നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്ത് അങ്ങ് നീര് വലിച്ചെടുക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ ഞങ്ങളുടെ പാതയിലൂടെ ദൈവം കടത്തിവിടുമ്പോൾ സന്തോഷത്തോടെ നിങ്ങൾ സ്വീകരിക്കാം. സ്വച്ഛ ജഡമാംസി തൈലം കുപ്പിയിൽ മൂടി വയ്ക്കുമ്പോൾ വാസന വീശുകയില്ല. സ്വച്ഛ ജഡമാംസി തൈലം ഒരു കുപ്പിക്കകത്തൊരു ഭരണയ്ക്കകത്ത് അടച്ചു വെച്ചാൽ അതിന് വാസന ഉണ്ടാകത്തില്ല. എന്നാൽ അത് ഉടച്ച ക്രിസ്തുവിന്റെ പാദത്തിൽ പകർന്നപ്പോൾ ആ ഭവനം മുഴുവനും പരിമള തൈല വാസന കൊണ്ട് നിറഞ്ഞു. ആ സ്ത്രീയുടെ കയ്യിലുണ്ടായിരുന്ന ലേലിയ ഒരു ഭരണി എന്ന സ്വച്ഛ ജലമാംസി തൈലം ആ ഭരണിക്കകത്ത് അടച്ചു വെച്ചപ്പോൾ ആ ഭരണിക്കകത്തിരുന്ന തൈലത്തിന്റെ വാസന ആ ദേശത്ത് ആ കുടുംബത്തിലുള്ളവർക്കും അറിയത്തില്ലായിരുന്നു. എന്നാൽ അവൾ കൊണ്ടുവന്ന സ്വച്ഛ ജലമാംസി തൈലം അടങ്ങിയിരിക്കുന്ന ഭരണി യേശുവിന്റെ കാൽപാദങ്ങൾ ഉടച്ചിട്ട് അവന്റെ കാലിൽ അത് പൂശി കഴിഞ്ഞപ്പോൾ അവന്റെ മേലെ ആ തൈലം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന സകല ഭവനം മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറഞ്ഞുവെന്ന് നമ്മുടെ യോഹന്നാൻ 12 വായിക്കുന്നുണ്ട് കേട്ടോ. അല്ലേ? അപ്പൊ നീ ദൈവം ഉടയണം. അല്ലെ? ദൈവം ഉടഞ്ഞു കഴിയുമ്പോൾ നിന്നെ ഒന്ന് ഉടച്ചു കഴിയുമ്പോൾ ദൈവം നിന്നെ സൗരഭ്യമുള്ളവനായി മാറ്റിയെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉടയ്ക്കപ്പെടണം. കണ്ണുനീര് കൊണ്ട് യേശുവിന്റെ പാദം കഴുകണം. ഹല്ലേലൂയ.
സ്ത്രീ കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി, അല്ലെങ്കിൽ തലപ്പൊട്ടിക്കൊണ്ടുള്ള അവൻ്റെ പാദം തുടച്ചു. അത് എന്ത് പകരം കേൾക്കുന്ന മാതാവേ, നിന്റെ ഹൃദയം ഒന്നുടയട്ടെ. നിന്റെ കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം വിശ്വാസത്തിൽ നീ കഴുകണം കേട്ടോ. ഹല്ലേലൂയ. കഴുകുമ്പോൾ സ്വർഗം അക്കാര്യം അറിയും. അതുകൊണ്ട് തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ലെന്ന് ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് ഒരു വിടുതലിന്റെ ദിവസമായി ഇന്ന് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു തൻ്റെ കൈകളിൽ അപ്പമെടുത്ത് അതിനെ വിഭാഗിച്ച് നുറുക്കപ്പെട്ട അപ്പം ക്രിസ്തുവിൻ്റെ ക്രൂശിൽ തകർക്കപ്പെടുന്നില്ല. ക്രൂശിൽ വെച്ച് അവൻ്റെ ശരീരം നാരുപോലെ കീറപ്പെട്ടു. ക്രൂശിൽ വെച്ച് കർത്താവിന്റെ ശരീരം നാരുപോലെ കീറപ്പെട്ടു. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 പറഞ്ഞ ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവപുത്രനെ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. അവനൊരു ഉടഞ്ഞ പാത്രം പോലെ ക്രൂശിൽ നമുക്ക് വേണ്ടി അവന്റെ ശരീരം നാലുപോലെ കീറപ്പെട്ടു. കണ്ടാലല്ല എന്ന് തോന്നുന്ന കർത്താവ് വിരൂപമായി തീർന്നു. അവന്റെ തലയിൽ മുൾക്കിരീടം, ഹല്ലേലൂയ. അവന്റെ കൈകാലിൽ കാരിരമാണ് വിലാപ്പുറം കുത്തി തുറന്നു. കണ്ടാലാളല്ല എന്ന് തോന്നുമാറ് അവന്റെ ശരീരം രക്തം ധാരധാരിയായി ഒഴുകി. ആ രക്തം നിന്റെ പാപത്തിന് മോചനമാ, പാപത്തിന് വിടുതല. അതുകൊണ്ട് ഇത് പകരം യേശുവിലേക്ക് മടങ്ങി വന്നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി നീ ദൈവത്തിന് ക്ഷമയോടെ നിൽക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ മാറും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ മാറും. ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കണ്ണുനീരിനെ തള്ളിക്കളയാതെ, ഹല്ലേലൂയ, നിങ്ങൾ ഒരിക്കലും ഹല്ലേലൂയ നിങ്ങൾ തകർന്നു പോയോലിരിക്കാതെ നിങ്ങൾ ദൈവത്തിന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ഉടഞ്ഞ ഹൃദയങ്ങൾ കർത്താവിന്റെ ഹൃദയത്തെ ഉരുക്കും. നിങ്ങളുടെ ഉടഞ്ഞ ഹൃദയങ്ങൾ കർത്താവിന്റെ ഹൃദയത്തെ ഉരുക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവൻ തൻ്റെ പൊൻകരത്താൽ നിങ്ങളുടെ കണ്ണുനീരൊക്കെയും തുടയ്ക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനം 34:8 പറയുന്നത്, ഹൃദയം നുറുകിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞത്. അത് ഞാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. വായിച്ച വചനത്തിലേക്ക് വരുമ്പോൾ എന്താണ്? സങ്കീർത്തന പുസ്തകം 51:17 വാക്യത്ത്, ദൈവത്തിന്റെ കന്യാങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ദാവീദിനെ കൊന്നു കളയേണ്ടതാണ്, കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാ. അത് മനസ്സിലാക്കിയ ദാവീദ് എന്ത് പറഞ്ഞു? ദാവീദ് പറഞ്ഞു, എൻ്റെ കന്യാങ്ങളും ഹോമയാങ്ങളും ദൈവമേ എൻ്റെ പാപത്തിന് ക്ഷമാപണമില്ല. നിന്റെ സന്നിധാനത്തോടെ എന്നെ ഏൽപ്പിക്കുന്നു. എൻ്റെ തകർന്നു തുടങ്ങിയ ഹൃദയത്തെ നിരസിക്കുകയില്ല. അതാണ് ദാവീദിന് മോചനം കിട്ടിയത്. ഇന്ന് പകൽ തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ പറയട്ടെ, യേശുവിലേക്ക് വാ, കർത്താവ് നിന്നെ രക്ഷിക്കും. നിന്റെ കുടുംബത്തെ വിടുവിക്കും. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.3 കോടി ജനങ്ങൾ തലമുറ ഗണത്തിൽപ്പെടാത്തവർ, അന്യസംസ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 29 സംസ്ഥാന 7 കേന്ദ്രങ്ങളായി 245 കോടിയിലധികം ജനങ്ങൾ തലമുറ ഗണത്തിൽപ്പെടാത്തവർ, ലോകരാജ്യങ്ങളിൽ 100 കോടിയധികം ജനത്തിന് തലമുറ ഗണത്തിൽപ്പെടാത്ത തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാരും നിരീശ്വര യുക്തിവാദികളും അന്ധവിശ്വാസത്തിൽ വീണ് കിടക്കുന്ന കൂടാനുകൂടി ജനത്തിനായി കർത്താവ് ഈ ലോകത്തിന്റെ പാപസുഖം വീണ് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിപ്പെട്ട് ഈ ലോകത്തിന്റെ വിളിച്ചുവരലും മോഷണത്തിലും വ്യഭിചാരത്തിലും കുറ്റത്തിലും അകപ്പെട്ട് കിടക്കുന്ന കൂടാനുകൂടി ജനങ്ങളെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ഇവർക്കെല്ലാവരും മനസ്സാന്തരം കൊടുക്കും. കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷം, സ്വസ്ഥതയില്ല, കണ്ണുനീര് മാത്രം, കുടുംബത്തിന്റെ ഐക്യതയില്ല. എല്ലായിടത്തും കർത്താവേ തകർച്ചകൾ മാത്രം വിടിവിക്കണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യൗവനത്തിലും വാർത്തകശന യാചകർ കർത്താവ് തലമുറയിൽ കിടക്കുന്നവർക്കായി രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാർ, എല്ലാ അധികാരികൾ, എല്ലാ ഭരണാധിപന്മാരെയും ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കും. സാമൂഹ്യ സാംസ്കാരിക മാധ്യമ മീഡിയ നിൽക്കുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, ഭരണവിരുദ്ധ പാർട്ടികൾക്കായി എല്ലാ കർത്താവ് ക്രമസമാധാന പാലക നിയമ രംഗത്ത് നിൽക്കുന്നവരെ എല്ലാം ഞങ്ങൾ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ജാതി മത വർഗവർണ്ണ വ്യത്യാസം കുടിലോട്ട് കൊട്ടാരത്തിലൂടെ പാർക്കുന്ന സകല ജനത്തെയും കർത്താവ് മാരകമായ രോഗത്തിലൂടെ കടന്നുപോകും, ശാപത്തിലൂടെ പാപത്തിൽ കടന്നുപോകും, ദേശത്തും വിദേശത്തും കഷ്ടം സഹിക്കുന്നവർ, നൊമ്പരപ്പെടുന്നവർ, വിവിധ കഷ്ടങ്ങൾ കടന്നു പോകുന്ന അനവധി ആളുകൾക്ക് വേണ്ടി കർത്താവ് ഇന്ന് പകൽ മധ്യസ്ഥ ചെയ്യുമ്പോൾ ദൈവം വിടുതൽ കൊടുക്കണമേ. ദൈവമക്കൾ ദൈവദാസമാർന്ന
കൂടുതൽ ആത്മഭാരത്തോട് നിറയപ്പെട്ട് കർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുദവിച്ച് പശ്ചാത്തലത്തോട് ദൈവത്തിൽ മടങ്ങി വരുവാൻ എല്ലാ പ്രിയപ്പെട്ട ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ സൺഡേ ഈ ഞായറാഴ്ച ആരാധന മുടക്കാതെ എല്ലാവരും കടന്ന് ദൈവത്തെ ആരാധിപ്പാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ ഇന്ന് പകൽ വലിയ വിടുതൽ, പാപമോചനത്തിന്റെ അനുഗ്രഹത്തിന്റെ വിടുതൽ, അനുതാപത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുവാൻ ദൈവദാസന്മാരെ ഒരുക്കണമേ പ്രാർത്ഥി. ജനമെല്ലാം കടന്നിട്ട് കാലാവസ്ഥയ്ക്ക് അനുകൂലമാക്കണമേ. സകല ജനത്തെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.